പിളർപ്പിനെക്കുറിച്ചുള്ള CPIM നിലപാടിനെതിരെ ജനയുഗത്തിലൂടെ CPIയുടെ മറുപടി. ഭിന്നിപ്പിനെ മഹത്വവൽക്കരിക്കാനാണ് CPIM ശ്രമം. ഭിന്നിപ്പിന് മാർക്സിസം ലെനിനിസത്തിന്റെ പിന്തുണയുണ്ടെന്ന് പറയുമ്പോൾ അത് സംശയമുണ്ടാക്കും. കോൺഗ്രസുമായി നിരുപാധിക ഐക്യത്തിന് CPI ഉത്സാഹിച്ചിട്ടില്ലെന്ന് പറയുന്ന ജനയുഗം സംഘപരിവാർ ശക്തികളുമായുള്ള ചങ്ങാത്തം CPIM അവസാനിപ്പിച്ചത് സ്വാഗതാർഹമാണെന്നും വ്യക്തമാക്കുന്നു. ഭിന്നിപ്പിന്റെ കണ്ണാടി മാറ്റിവെക്കാമെന്ന പേരിൽ ജനയുഗത്തിൽ ബിനോയ് വിശ്വം എഴുതിയ ലേഖനത്തിലൂടെയാണ് CPI ദേശാഭിമാനിയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങൾ ആവശ്യപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ യോജിച്ച മുന്നേറ്റമാണെന്ന് ലേഖനം ആമുഖമായി പറയുന്നു. ഭിന്നിപ്പിന് മുൻപുള്ള ഉൾപാർട്ടി ചർച്ചകൾ ജീവനുള്ള പാർട്ടിയുടെ ലക്ഷണമായിരുന്നുവെന്നാണ് ലേഖനം വിശദീകരിക്കുന്നത്. ഉൾപാർട്ടി ചർച്ചകളുടെ പേരിൽ ഭിന്നിക്കണമെന്ന് മാർക്സിസം ലെനിനിസം അനുശാസിക്കുന്നില്ല എന്നും ലേഖനം പറയുന്നു. മൂല്യവ്യതിയാനങ്ങളിൽ നിന്ന് മുക്തരല്ലെന്ന് രണ്ടു പാർട്ടികളുടെയും സംഘടനാരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അത് പിളർപ്പിന്റെ സംഭാവനയല്ലേ എന്ന് ആലോചിക്കണമെന്നും ലേഖനം നിർദ്ദേശിക്കുന്നു. കോൺഗ്രസുമായി ഒരിക്കലും നിരുപാധിക ഐക്യത്തിന് CPI ഉത്സാഹിച്ചിട്ടില്ല. 1969 ഇന്ദിരാഗാന്ധി സർക്കാർ വീഴാതിരിക്കാൻ കൈപൊക്കിയവരാണ് CPIMകാരെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട്. UPA ഭരണകാലത്ത് സർക്കാരിന്റെ പാർലമെന്ററി ബിസിനസ് നടത്തിക്കൊടുക്കുന്ന ആളായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മാറിയെന്നും ലേഖനം വിമർശിക്കുന്നു. 1965 നേടിയ 40 സീറ്റിനെ കുറിച്ച് മാത്രം പറയുന്ന CPIM മുസ്ലിം ലീഗുമായി ഉണ്ടാക്കിയ ബന്ധത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നുവെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. അറിയാതെ പോലും അച്യുതമേനോൻ എന്ന ഭരണാധികാരിയെക്കുറിച്ച് CPIM നല്ലത് പറയില്ല. SA ഡാങ്കയുടെ നയം അടിച്ചേൽപ്പിച്ചതല്ല പാർട്ടിയുടെ പിളർപ്പിന് കാരണമെന്ന് 1981 ജൂൺ 26 പുറത്തിറങ്ങിയ ചിന്താവാരികയിൽ EMS തന്നെ വ്യക്തമാക്കുന്നതായും ലേഖനം മറുപടി നൽകുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.